എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2027 ഒക്ടോബർ 7 ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇസ്രയേൽ അരങ്ങേറിയത്. അത് ഇസ്രയേലിൽ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 500ഓളം ഹമാസ് തീവ്രവാദികൾ, ഈ പാരാഗ്ലൈഡ് തീവ്രവാദികൾ അവിടെ വരികയും ഈ 1200ഓളം പേരെ ഈ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ജൂയിഷ് പൗരന്മാരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ഏകദേശം 250ഓളം പേരെ ബന്ദികളാക്കിയിട്ട് ഗസയിലോട്ട് കൊണ്ടുപോയി ഈ ഹമാസ് തീവ്രവാദികൾ. അത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ജൂയിഷ് പൗരന്മാർ കൊല്ലപ്പെട്ട ഒരു സംഭവമായിരുന്നു 2023 ഒക്ടോബർ 7 അരങ്ങേറിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സംഭവത്തിൽ വളരെ ദുഃഖം ലോകത്തെ പല ആൾക്കാർക്കും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പുറത്തുവിട്ടത്. ഈ 2023 ഒക്ടോബർ 7 ഈ ഹമാസിൻ്റെ ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളെ, ജിഹാദികളെ ഏകദേശം 1500ഓളം പേരാണ് അതിൽ പങ്കെടുത്തത്. 500ഓളം പേര് ഡയറക്റ്റായിട്ടും ബാക്കി ആൾക്കാർ ഇൻഡയറക്റ്റുമായിട്ടാണ് അതിൽ പ്രവർത്തിച്ചത്. ഈ 1500ഓളം പേരെ ഇല്ലാതാക്കി എന്നുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ IDF പുറത്തുവിട്ടത്. വളരെ നല്ല കാര്യം. അത് എന്ത് തന്നെയായാലും ഇത്രയും ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് അതിനൊരു പരിഹാരമാവില്ല ഇത്. പക്ഷേ ഹമാസ് കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങി ഇസ്രായേൽ IDFന് മുന്നിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവസാനത്തെ ഒരു ജിഹാദി, ഒരു കാത്രീൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു ജിംനാസ്റ്റ് ആയിരുന്നു. ആ കുട്ടിയെ പിന്തുടർന്ന് പുറകെ ഓടി പിന്തുടർന്ന് മുട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഹമാസ് തീവ്രവാദി. അവനെയും കൊന്നു. അവസാനം കൊന്നത് അവനെയാണ്. അതിനുശേഷമാണ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് ഈ തീവ്രവാദി ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാ ജിഹാദികളെയും ഹൂറിഫൈ ചെയ്തു, ഹൂറികളടുത്തേക്ക് അയച്ചു എന്നുള്ളൊരു മെസ്സേജാണ് IDF പുറത്തുവിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയും, ഇതിൽ പങ്കെടുത്ത, ഇതിന് നേതൃത്വം നൽകിയ പല ആൾക്കാരും, അതായത് ഇപ്പോഴും അവശേഷിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും മൊസാദ് എന്ന് പറയുന്ന ഇൻ്റലിജൻസ് സ്പൈ ഏജൻസി എങ്ങനെയും അറിയും. അവർ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതായത് ഇങ്ങനെ ഒരു നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇവിടെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് മുൻകൂട്ടി അവർ അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ ചോദ്യമായിട്ട് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അതിനുശേഷം ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന സംഭവത്തിന് ശേഷം പല ആൾക്കാരും ഈ ഡിഫൻസ് കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്സും അനലിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹമാസ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് അത് തുർക്കിയിൽ നിന്നും ഖത്തറിൽ നിന്നുമാണ്. നമുക്കറിയാം, കുറച്ച് നാൾ മുന്നേ ഈ ഇസ്രായേൽ തന്നെ ഖത്തറിൽ കയറിയിട്ട് ഖത്തറിൽ അറ്റാക്ക് നടത്തിയിരുന്നു. ഈ ഹമാസിൻ്റെ ഏകദേശം 7ഓളം അതിൻ്റെ തീവ്രവാദി നേതാക്കന്മാരെ അവർ ഒത്തുകൂടി എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിൽ, 15 നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ 7ാമത്തെ നിലയിൽ, ആ 7ാമത്തെ നിലയിൽ മൊത്തം അടിച്ച് തകർത്തിരുന്നു ഇസ്രായേൽ സൈന്യം. അപ്പോൾ അതിനുശേഷം ഖത്തർ വലിയ രീതിയിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നൊക്കെ പറഞ്ഞു. ഒരു ചുക്കും സംഭവിച്ചില്ല. ഖത്തറിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇസ്രായേലിനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം എക്സ്പേർട്ടുകൾ, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന എക്സ്പേർട്ടുകൾ പറയുന്നത് അവർക്ക് പറ്റിയ വീഴ്ചയല്ല. അതായത് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും പ്ലാനുമാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ 7 പ്ലാൻ ചെയ്തത്. അവർ പല ആൾക്കാരും പ്ലാൻ ചെയ്തത് തുർക്കിയിൽ നിന്നും ഇവിടെ നിന്നുമാണ്. ഇപ്പോഴും ഈ തീവ്രവാദികൾക്ക് ചെലവും ഫണ്ടും എല്ലാം കൊടുക്കുന്നത് ഈ തുർക്കിയിൽ നിന്നും ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ഖത്തറിൽ കഴിഞ്ഞ ദിവസം തന്നെ നഫ്താലി ബെന്നറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഓപ്പോസിഷൻ ലീഡർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടുത്തെ ഇലക്ഷൻ വരാൻ പോകുകയാണെന്ന് ഇസ്രായേലിൽ ഓപ്പോസിഷൻ ലീഡർ പറയുന്നത്, അദ്ദേഹം അധികാരത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നഫ്താലി ബെന്നറ്റ് പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഖത്തറിനെ നമ്മൾ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ശത്രുവായി പ്രഖ്യാപിച്ച എന്താണ്? അവരെ നിരന്തരം ആക്രമിക്കും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഖത്തറും തുർക്കിയൊക്കെയാണ് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഈ യഹിയ സിൻവറിൻ്റെ പടമൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ ആനപ്പുറത്ത് തിടമ്പേറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള പള്ളിപ്പെരുന്നാൾ ഇതൊക്കെ ഇതൊക്കെ നടത്തിയ നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഇവരൊക്കെ വലിയ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനും, ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെയാണ് ഒക്ടോബർ 7 പരിപാടി പ്ലാൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഹമാസിന് ഈ മൊസാദിന് ഇവരുടെ ഒരു നീക്കം പോലും തിരിച്ചറിയാൻ പറ്റാതെ വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ, അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വലിയ രീതിയിൽ, അതായത് തലപ്പത്തുനിന്ന് തീരുമാനിച്ച് അത് താഴെത്തട്ടിൽ നടപ്പാക്കിയ രീതി വളരെ ഒരു രഹസ്യം സൂക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഹമാസ് ഈ ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്തതെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എന്ത് തന്നെയാലും ഇപ്പം ഇസ്രായേൽ ഒഫീഷ്യൽ പറഞ്ഞ സ്ഥിതിക്ക്, അതായത് അവസാന തീവ്രവാദിയും കൊന്നു എന്ന് പറഞ്ഞ്, അതായത് അവരെ എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇസ്രായേൽ എന്തായാലും അടുത്ത ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒഫീഷ്യലി പറയേണ്ടി വരും.
അതായത് എന്തുകൊണ്ടാണ് എന്താണ് വീഴ്ച പറ്റിയതെന്ന് ഒഫീഷ്യലി പറയേണ്ടി വരും. ഇതുവരെ അതിനെക്കുറിച്ച് അദ്ദേഹം പാർലമെൻറ്റിൽ ഒഫീഷ്യലി സംസാരിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പറയേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇസ്രയേലിനെ ആക്രമിക്കുന്ന, ഏത് ജൂതന്മാരെ ആക്രമിക്കുന്ന ആരെ ഈ ലോകത്തെ ഏത് കോണിൽ പോയി ഒളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരെ പിടിക്കുന്നില്ല, അവിടെ ചെന്ന് അവരെ നശിപ്പിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് നെതന്യാഹു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയിലെ നമ്മുടെ ഇസ്രയേലിൻ്റെ അംബാസഡറൊക്കെ പറഞ്ഞ് പാകിസ്ഥാനൊക്കെ വാൺ ചെയ്തിരുന്നു. പാകിസ്ഥാൻ വാൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിനുശേഷം വലിയൊരു സംഭവം ഇവിടെ ഇറങ്ങിയേറി. ഈ ഹമാസിൻ്റെ കുറച്ച് ആൾക്കാരെ ഈ ഹോസ്റ്റേജിന് വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് ഹമാസിൻ്റെ കുറച്ച് തീവ്രവാദികളെ ഇസ്രയേൽ റിലീസ് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 250ഓളം പേരെ ബന്ദികളാക്കിയത് ഈ ഹമാസ്. അപ്പോൾ അവർ വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തീവ്രവാദികളെയും ഇവർ റിലീസ് ചെയ്തിരുന്നു. ഈ പിടിച്ചിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ തീവ്രവാദി ഡയറക്റ്റ് ഓപ്പറേഷനിൽ പങ്കെടുത്തവരായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇൻ്റലക്ച്വൽ സപ്പോർട്ട് കൊടുത്തവരോ എന്തെങ്കിലും ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തവരോ ഒക്കെ ആയിരിക്കാം കുറേ പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഇസ്രയേൽ റിലീസ് ചെയ്തിരുന്നു ഇതിൻ്റെ നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർക്ക് എന്താ ചെയ്തത്, ഈ പാകിസ്ഥാൻ ഇവരെ വലിയ രീതിയിൽ ഇവരെ ആനയിച്ച് കൊണ്ടുപോയിട്ട് രാജകീയ സ്വീകരണം കൊടുത്തു പാകിസ്ഥാനിൽ. പ്രത്യേകിച്ച് നമ്മുടെ പി ഒ കെയിൽ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിലുള്ള സ്വീകരണം കൊടുത്തു. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒഫീഷ്യലി ഈ ഹമാസിൻ്റെ തീവ്രവാദികളോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാകണം എന്ന് അവിടുത്തെ ഷഹബാസ് ഷെരീഫിൻ്റെ സർക്കാർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അസിം മുനീർ പാകിസ്ഥാൻ പട്ടാള മേധാവിയാണ്, അയാൾ കൂടി ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസും കൂടി ഞങ്ങളുടെ ഭാഗമാകണമെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയി പി ഒ കെയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുക്കാം, പാകിസ്ഥാൻ സർക്കാർ ഒരുക്കി കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കൂടണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഈ ഹമാസ് തീവ്രവാദികൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് അടിക്കുന്ന ഈ നമ്മുടെ ഇസ്രയേൽ അംബാസഡർ UN പറഞ്ഞ കാരണം ഇതാണ്. അതായത് പാകിസ്ഥാൻ നിർലോഭ പിന്തുണ കൊടുക്കുന്നു ഹമാസിൻ്റെ ആൾക്കാർക്ക്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഹമാസിൻ്റെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ തീർക്കും, ഞങ്ങൾ അവർക്കെതിരെ തിരിയുമെന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കാരണം ഇസ്രയേൽ പറയുന്നത്, കാലാകാലങ്ങളായി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലോകത്തിലെ ഏത് രാജ്യവും ഒരു നിമിഷം ആയുധം താഴെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ചുക്കും സംഭവിക്കില്ല. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, ജൂയിഷ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നിമിഷം ഞങ്ങൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. വളരെ സത്യമാണ്. ഇസ്രായേലിലെ ചരിത്രം ആ പിറവി അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലാത്ത കാലത്ത് തൊട്ട് ഇവർ ഒരുപാട് പേര് കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ അവരെ നേരിട്ടില്ലാതാക്കിയ ഒരു ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതായത് ഒരു നിമിഷം ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ ആ ഒരു നിമിഷം മതി അവർക്ക് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഇവർ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ പെഹൽഗാം ഭീകരാക്രമണം, അതായത് ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണം നടന്നില്ലേ, 2024 ഏപ്രിൽ 22. അപ്പോൾ ആ സമയത്ത് ഭീകരാക്രമണം നടക്കുമ്പോൾ അവർ വന്നതും പോയതൊക്കെ ഇത്രയും വലിയ ടണലുകളിലൂടെ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാ ഇത്ര വലിയ ടണലുകൾ നിർമ്മിക്കുന്നത്? നമുക്കറിയാം, ഈ 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ കരയുദ്ധം ചെയ്യുമ്പോൾ പല ഹമാസിൻ്റെ ഏരിയകൾ പിടിച്ചെടുക്കുമ്പോൾ അതിൽ കണ്ടതെന്താണ്, വലിയ രീതിയിലുള്ള ടണലുകളായിരുന്നു. അപ്പോൾ ഈ ടണലുകളിലൂടെ ആയിരുന്നു ഇവരുടെ ഓപ്പറേഷൻസും പരിപാടികളൊക്കെ, ഇവർ ഒളിക്കുന്നതും പരിപാടികളൊക്കെ. അപ്പോൾ ഇവർ ടണൽ നിർമ്മിക്കാൻ വലിയ രീതിയിലുള്ള ഒരു കഴിവുള്ള ടീമാണ് ഈ ഹമാസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹമാസിൻ്റെ സാന്നിധ്യത്തിന് ശേഷമാണ് ഇവിടെ ഈ ഓപ്പറേഷൻ നടന്നത്, നമ്മുടെ പെഹൽഗാം ഭീകരാക്രമണം. അപ്പോൾ അവർ വന്നതും പോയതൊക്കെ ടണലുകളിലൂടെ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനായാലും ഇപ്പോൾ ഇസ്രയേലിൻ്റെ IDF ഒഫീഷ്യൽ പറഞ്ഞ മാതിരി ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത് എല്ലാവരും ഫിനിഷ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ലോകത്ത് എവിടെ പോയിട്ട് ഒളിച്ചു കഴിഞ്ഞാലും, അതായത് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അവരെ വകവരുത്തും. അതായത് അവർക്കെതിരെ ഇസ്രയേലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ആരുടെ പക്കൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒഫീഷ്യലായി ലോകത്തോട് പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.